അതായത് നമുക്ക് മനസ്സിലായി, ഇതാ നിങ്ങൾക്കൊരു സിസ്റ്റം തരികയാണ്, ഇങ്ങനെയുള്ള ഒരു സിസ്റ്റമാണ് എന്ന് വിചാരിക്കാം. ഇതാ ഈ ഒരു റിയാക്ഷൻ ഏത് കണ്ടീഷനിൽ നടക്കും എന്നുള്ളത് നിങ്ങൾക്ക് ഇപ്പോൾ മനസ്സിലായിട്ടുണ്ടാവും. കാരണം നിങ്ങൾ 3 ആരോ കണ്ടു, അതായത് 6π ഇലക്ട്രോൺ സിസ്റ്റം അല്ലേ, അതായത് 4n+2π ഇലക്ട്രോൺ സിസ്റ്റമാണ് ഈ കാണിച്ചിരിക്കുന്നത്. ഇത് തെർമൽ കണ്ടീഷനിലാണോ അല്ലെങ്കിൽ ഫോട്ടോ കെമിക്കൽ കണ്ടീഷനിലാണോ നടക്കുക? ഓഫ് കോഴ്സ് ഇതെന്താണ് തെർമൽ കണ്ടീഷൻ. ബിക്കോസ് എന്താണ് സുപ്രാഫേഷ്യൽ ഇന്ററാക്ഷൻ ആയിരിക്കും ഇവിടെ നടക്കുക. ഇതിന്റെ ഒരു കാരണം എന്ന് പറയുന്നത്, നിങ്ങളിത് ആലോചിച്ച് വെച്ചാൽ മതി, ഇതിലേക്ക് ഡീറ്റെയിൽ ആയിട്ട് നമുക്ക് നോക്കേണ്ട ആവശ്യമില്ല. തെർമൽ കണ്ടീഷനിലാണെങ്കിൽ ഇവരെ ഹോമോയും ഡൈന്റെ ഹോമോയും ഡൈനോഫൈലിന്റെ ലൂമോയും ആയിരിക്കും റിയാക്ട് ചെയ്യുക. ഓക്കെ, ഡൈനാണ് ഹോമോയും ഇതിന്റെ ലൂമോയും, ഡൈനോഫൈലിന്റെ ലൂമോ ആയിരിക്കും റിയാക്ട് ചെയ്യുക. ഇനി ഫോട്ടോ കെമിക്കൽ കണ്ടീഷൻസിലാണെങ്കിൽ നിങ്ങൾ സുപ്രാഫേഷ്യൽ നോക്കിയാൽ മതി, അത് പെട്ടെന്ന് മനസ്സിലാവും, അല്ലെങ്കിൽ ഓർത്ത് വെക്കുക കേട്ടോ. ഇതിന്റെ ഹോമോയും ആയിരിക്കും റിയാക്ട് ചെയ്യുക, അല്ലെങ്കിൽ എന്തായിരിക്കും ലൂമോയും ആയിരിക്കും റിയാക്ട് ചെയ്യുക. എപ്പോഴും ഇതൊന്ന് ആലോചിക്കുക. അതായത് ഡൈസാൾട്ടർ റിയാക്ഷൻ കാണുമ്പോൾ തെർമൽ കണ്ടീഷൻ ആണെങ്കിൽ ഹോമോയും ലൂമോയും ആയിരിക്കും റിയാക്ട് ചെയ്യുക. അതേസമയം ഫോട്ടോ കെമിക്കൽ കണ്ടീഷൻ ആണെങ്കിൽ എന്തായിരിക്കും, ഹോമോയും റിയാക്ട് ചെയ്യും, അല്ലെങ്കിൽ ലൂമോയും റിയാക്ട് ചെയ്യും. നോക്കാം നമുക്ക്. ഇതൊക്കെ പ്രോബ്ലംസ് വരുമ്പോൾ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, വളരെ എളുപ്പത്തിൽ സോൾവ് ചെയ്യാൻ പറ്റും. നോക്കൂ, ഡൈസാൾട്ടർ റിയാക്ഷനിൽ നമ്മുടെ സ്റ്റീരിയോ കെമിസ്ട്രി ബന്ധപ്പെട്ടിട്ട് ചോദിച്ച വൺ ഓഫ് ദ ബ്യൂട്ടിഫുൾ ക്വസ്റ്റ്യൻ ആണിത്. നോക്കൂ, ഇത് അതേപോലെ ഞാൻ കട്ട് ചെയ്തെടുത്താണ്. ദ ഡൈസാൾട്ടർ റിയാക്ഷൻ ഈസ് സ്റ്റീരിയോ സ്പെസിഫിക്, റീജിയോ സെലക്റ്റീവ്, എക്സോ സെലക്റ്റീവ്, എൻഡോ സെലക്റ്റീവ് എന്നൊക്കെ പറഞ്ഞിട്ട് കൊടുത്തിട്ടുണ്ട്. അപ്പൊ ഈ ഒരു 3 കാര്യങ്ങൾ മനസ്സിലാക്കിയാൽ നമുക്ക് ഇതിന്റെ സ്റ്റീരിയോ കെമിസ്ട്രി മനസ്സിലാക്കാൻ പറ്റും. സോ ഇതിന്റെ ഓപ്ഷൻ ഇപ്പൊ ഞാൻ ആദ്യം തന്നെ സർപ്രൈസ് പൊട്ടിച്ചേക്കാം. ഓപ്ഷൻ വരുന്നത് ഡി ആണ്. ഓക്കെ, അതായത് ഇറ്റ് ഈസ് സ്റ്റീരിയോ സ്പെസിഫിക് ഇൻ നേച്ചർ, റീജിയോ സെലക്റ്റീവ് ഇൻ നേച്ചർ ആൻഡ് എൻഡോ സെലക്റ്റീവ് ഇൻ നേച്ചർ. എന്തൊക്കെയാണ് ഇത് എന്നുള്ളത് നമുക്ക് നോക്കേണ്ടിയിരിക്കുന്നു. ഒരു കാര്യം കൂടെ, എന്താണ് സ്പെസിഫിക്കും സെലക്റ്റീവും ആയിട്ടുള്ള റിലേഷൻ? ഈ സെലക്റ്റീവ് എന്ന് പറഞ്ഞാൽ എന്താണ്? ലെറ്റ്സ് സേ സപ്പോസ് ഏതെങ്കിലും ഒരു കുട്ടി 12th കഴിഞ്ഞിരിക്കുന്ന കുട്ടിയാണെന്ന് വിചാരിക്കുക. കുട്ടിക്ക് പലതരം ചോയ്സ് ഉണ്ട് അല്ലെ. ഒന്നുകിൽ MBBS പോവാം, അല്ലെങ്കിൽ എഞ്ചിനീയറിംഗിന് പോവാം, അല്ലെങ്കിൽ ഡിഗ്രി കോഴ്സിന് പോവാം, അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും ആർട്സ് പരമായിട്ട് പോവാം അല്ലെ, അല്ലെങ്കിൽ വേറെ ഏത് കോഴ്സ് വേണമെങ്കിലും കുട്ടിക്ക് എടുക്കാം. ഒരുപാട് സെലക്ട് ചെയ്യാനുള്ള ഓപ്ഷൻസ് ഉണ്ട്. പക്ഷെ അതേസമയം 9th പാസ്സായിരിക്കുന്ന ഒരു കുട്ടിയാണെങ്കിൽ പുള്ളിക്കാരന് ഒരുപാട് സെലക്ട് ചെയ്യാനുള്ള ഓപ്ഷൻ ഉണ്ടോ? അല്ലെ, 10th പോകാൻ പറ്റൂ, 8th പോകാൻ പറ്റുമോ? ഇല്ല. സോ 9th നിന്ന് 10th വിച്ച് ഇസ് സ്പെസിഫിക്. ഓക്കെ, ഇതാണ് ഇതിന്റെ അർത്ഥം. സിമ്പിൾ, നമ്മുടെ ലേമാൻ ടേംസിൽ പറയുകയാണ്. സ്റ്റീരിയോ സ്പെസിഫിക് എന്ന് പറയുമ്പോൾ എന്താണ്? അതായത് നമ്മുടെ കെമിസ്ട്രി ആയിട്ട് പറയുകയാണെങ്കിൽ ഒരു പർട്ടിക്കുലർ ടൈപ്പ് ഓഫ് സ്റ്റീരിയോ ഐസോമറിക് റിയാക്ടന്റ്, ഒരു പർട്ടിക്കുലർ സ്റ്റീരിയോ ഐസോമറിക് പ്രൊഡക്റ്റ് തരും. സ്റ്റീരിയോ ഐസോമറിക് പ്രൊഡക്റ്റ് മാത്രമേ നമുക്ക് എന്ത് തരൂ? തരും. അതിനെയാണ് നമ്മൾ പറയുന്നത് സ്റ്റീരിയോ സ്പെസിഫിക് എന്ന് പറയുന്നത്. ഇനി സെലക്റ്റീവ് എന്ന് പറഞ്ഞാൽ എന്താണ്? ഇപ്പൊ റീജിയോ സെലക്റ്റീവ് എന്താണെന്ന് പറയുകയാണെങ്കിൽ ഇയാൾക്ക് 2 ഓപ്ഷൻസ് ഉണ്ടാവും. ഓക്കെ, ഇത് എ എന്ന് പറയുന്ന ഒരാളെന്ന് വിചാരിക്കുക, 1ഉം 2ഉം ഓപ്ഷൻസ് ആണ്. ഇയാൾ എന്ത് ചെയ്യും? 1നെ ചൂസ് ചെയ്യും. ദാറ്റ് ഈസ് സെലക്റ്റീവ്. ഓക്കെ, എന്തായിരിക്കും? സെലക്റ്റീവ്. A1 എന്നൊക്കെ പറഞ്ഞിട്ട് സെലക്ട് ചെയ്യാൻ പറ്റും. അപ്പൊ ഇതെന്താണെന്നുള്ളത് നമുക്ക് കൃത്യമായിട്ട് മനസ്സിലാക്കേണ്ടിയിരിക്കുന്നു. അപ്പൊ ആദ്യം നമുക്ക് എൻഡോ സെലക്റ്റീവ്, റീജിയോ സെലക്റ്റീവ്, നമുക്ക് പുറകിൽ നിന്ന് ഇങ്ങോട്ട് വരാം. ഓക്കെ, സെലക്റ്റീവ് കുറച്ചുകൂടെ എളുപ്പമായിരിക്കും. ഓക്കെ, നോക്കൂ, എൻഡോ ഓർ എക്സോ സെലക്റ്റീവ്. അപ്പോൾ എന്താണ് കാര്യം എന്നുള്ളത് നമുക്കൊന്ന് നോക്കാം. ഞാൻ ആദ്യമായിട്ട് ഇതിന് വേണ്ടിയിട്ട് ഒരു സൈക്ലോപെന്റാഡൈനെ ഞാൻ വരയ്ക്കുകയാണ്. ഇതാണ് സൈക്ലോപെന്റാഡൈൻ. ഓക്കെ, അതേപോലെ ഞാനൊരു മാലിക് എൻഹൈഡ്രേറ്റ്, ഇതൊക്കെ അറിയാമെന്ന് വിചാരിക്കുന്നു. അറിയത്തില്ലെങ്കിൽ നോക്കിക്കോളൂ, സിമ്പിളാണ്. മാലിക് എൻഹൈഡ്രേറ്റ് അല്ലെ, കാർബോക്സിലിക് ആസിഡിന്റെ ഡെറിവേറ്റീവ് ആയിട്ട് വരുന്നതാണ്. ഇങ്ങനെ വരുന്നു എന്ന് വിചാരിക്കുക. ഇവര് റിയാക്ട് ചെയ്തിട്ട് ഇവരല്ലേ റിയാക്ട് ചെയ്യാം. ഇയാളും ഈ ബോണ്ടുമാണ് റിയാക്ട് ചെയ്യുക അല്ലേ. അപ്പൊ നോക്കിക്കോളൂ, ഇതിങ്ങനെ വെച്ചു, ഇങ്ങനെ എന്നിട്ട് ഇയാളുണ്ടല്ലോ, ഇയാളെ ഞാൻ എന്ത് ചെയ്യും? യെല്ലോ കൊണ്ട് ഷെയ്ഡ് ചെയ്യണം. കാരണം ഇയാൾ ബോണ്ടിങ്ങിൽ പാർട്ടിസിപ്പേറ്റ് ചെയ്യുന്നില്ല. എന്നിട്ട് ഇവരുമായിട്ടല്ലേ ബോണ്ട് ചെയ്യുന്നത് ആരുമായിട്ടാണ്? ഇങ്ങനെ, റൈറ്റ്. എന്നിട്ട് ഈ യെല്ലോ ഇങ്ങനെ, റൈറ്റ്. ഇനി ഇയാളുടെ ബാക്കിയുള്ള, അപ്പൊ ഈ ഡബിൾ ബോണ്ട് ഷിഫ്റ്റ് ചെയ്തിട്ട് ഇവിടെ എത്തിയിട്ടുണ്ടാവും.
ഇനി ഇയാളുടെ ബാക്കിയുള്ളത് എന്തായിരിക്കും? ഇത്രയും കാര്യങ്ങളല്ലേ ബാക്കിയുള്ളത്. അപ്പൊ ഇയാള് ഇങ്ങനെ ദാ ഈ ഒരു ബോണ്ടാണ് ഞാൻ വരച്ചുകൊണ്ടിരിക്കുന്നത്. ദാ ഇതും യെല്ലോയിൽ ഞാൻ കാണിക്കാം. ദാ ഇങ്ങനെയുള്ള ഈ ബോണ്ടും കൂടെ നമുക്ക് ഇവിടെ കാണിക്കേണ്ടിയിരിക്കുന്നു. ദാ കുറച്ച് ബുദ്ധിമുട്ട് പോലെ തോന്നും, പക്ഷെ എളുപ്പമാണ് വരക്കാൻ. ദാ ഇതല്ലേ സംഭവം. ദാ ഇങ്ങനെ ഒരു എച്ച് ഇവിടെ മുകളിലോട്ട് ഉണ്ട്. ഓക്കെ, ഇതാണ് ഒരു കാര്യം. അതായത് നിങ്ങളുടെ ഈ പോർഷൻ എന്തായിരിക്കും? താഴോട്ട് വരുന്നതായിട്ട് നിങ്ങൾക്ക് കാണാൻ പറ്റും. ഇതിനെയാണ് നമ്മൾ എന്ത് വിളിക്കുന്നത്? എൻഡോ പ്രൊഡക്റ്റ് എന്ന് വിളിക്കുന്നത്. എന്താണ് എൻഡോ പ്രൊഡക്റ്റ്? ഇനി എന്തായിരിക്കും എക്സോ? നേരെ ഓപ്പോസിറ്റ് വരച്ചാൽ മതി. ഈ താണിരിക്കുന്ന സാധനം ഉണ്ടല്ലോ, ഇയാൾ എന്തിരിക്കും? പൊങ്ങിയിട്ടായിരിക്കും ഉണ്ടാകുക. അതിനെയാണ് നമ്മൾ എന്ത് വിളിക്കുന്നത്? എക്സോ പ്രൊഡക്റ്റ് എന്ന് വിളിക്കുന്നത്. ഇതാ ഇങ്ങനെ ഇയാള് ഇതാ യെല്ലോ തന്നെ ഞാൻ വരക്കാം. ഇതാ ഇതിനെയാണ് നമ്മൾ എന്ത് വിളിക്കുന്നത്? എക്സോ പ്രൊഡക്റ്റ് എന്ന് വിളിക്കുന്നത്. സോ ഇവിടെ നമ്മുടെ മേജർ പ്രൊഡക്റ്റ് എന്ന് പറയുന്നത് എൻഡോ ആയിരിക്കും. കാരണം എൻഡോ പ്രൊഡക്റ്റ് എന്ന് പറയുന്നത് കൈനറ്റിക്കലി സ്റ്റേബിൾ ആണ്. സോറി, കൈനറ്റിക്കലി പ്രിഫേർഡ് പ്രൊഡക്റ്റ് ആണ്, കൈനറ്റിക് പ്രൊഡക്റ്റ് ആണ്. അതുകൊണ്ട് തന്നെ പെട്ടെന്ന് നമുക്ക് ഉണ്ടാവും. അതേസമയം നിങ്ങളുടെ എക്സോ പ്രൊഡക്റ്റ് എന്ന് പറയുന്നത് തെർമോഡൈനാമിക് പ്രൊഡക്റ്റ് ആയിരിക്കും. തെർമോഡൈനാമിക് പ്രൊഡക്റ്റ് ആയിരിക്കും. സോ സിമ്പിൾ ആയിട്ട് നിങ്ങൾക്ക് ഇത്രയും ആലോചിച്ച് വെച്ചാൽ മതി. എൻഡോ സെലക്റ്റീവ് ആയിരിക്കും ഡൈസാൾട്ട് റിയാക്ഷൻ. DAR റിയാക്ഷൻ എന്തായിരിക്കും? എൻഡോ സെലക്റ്റീവ് ആയിരിക്കും. എന്തായിരിക്കും? എൻഡോ സെലക്റ്റീവ്. ഇതിന്റെ റീസണും കൂടെ നമുക്ക് ജസ്റ്റ് ഒന്ന് പറഞ്ഞു പോവാം, അല്ലെങ്കിൽ നിങ്ങൾ ബൈ ഹാർട്ട് ചെയ്യുന്ന പോലെ ഉണ്ടാവും. നോക്കൂ, ജസ്റ്റ് ഒന്ന് ആലോചിച്ച് വെക്കാം കേട്ടോ. നോക്കോളൂ, നമ്മൾ നേരത്തെ പറഞ്ഞതുപോലെ ഇതാണ് സംഭവം. ഓക്കെ, സൈക്ലോപെൻറ്റ ഡൈൻ. ഇത് മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് ഞാനൊരു ട്രിക്ക് പരമായിട്ട് നിങ്ങൾക്ക് പറഞ്ഞുതരാം. ഇതാ ഇങ്ങനെ ഇങ്ങനെ മാലിക് ആൻഹൈഡ്രേറ്റ്. മാലിക് ആൻഹൈഡ്രേറ്റ് നമുക്ക് എന്ത് ചെയ്യാന്ന് പറഞ്ഞാൽ, സോറി ഇങ്ങനെയല്ല, ഇങ്ങനല്ലേ ഉള്ളത്. അപ്പോൾ ഇത് 1 2 ഇതെന്താണ് 1 2 എന്ന് നമ്മൾ മാർക്ക് ചെയ്യാം. എന്നിട്ട് 2 2, അതായത് ഇവർ തമ്മിലല്ലേ ബോണ്ട് ശരിക്കും ഫോം ചെയ്യുന്നത്. അതുകൊണ്ട് ഞാൻ ഇതിനെ എന്ത് വിളിക്കുന്നു? 2 2 എന്ന് ബോണ്ട് വിളിക്കുന്നു. ഇതിനെ ഞാൻ എന്ത് ചെയ്യുന്നു? 1 1 എന്ന്, അപ്പോൾ 1 2 എന്ന് ഇങ്ങനെ മാർക്ക് ചെയ്യുന്നു. എന്നിട്ട് ഞാനിവിടെ ബോണ്ട് ചെയ്യാൻ ശ്രമിക്കുകയാണെന്ന് വിചാരിച്ചാൽ ഈ സൈക്ലോപെൻറ്റ ഡൈനെ ഞാൻ നേരിട്ട് എടുത്തിട്ട് എവിടെ വെക്കും? ഇതിന്റെ മുകളിലേക്ക് വെക്കുകയാണെന്ന് വിചാരിക്കാം. ഓക്കെ, മാലിക് ആൻഹൈഡ്രേറ്റിന്റെ മുകളിൽ വെക്കുകയാണെന്ന് വിചാരിച്ചു. അപ്പൊ നോക്കിക്കോളൂ, ഇതിങ്ങനെയല്ലേ ഉണ്ടാകുക. ഇതാ മാലിക് ആൻഹൈഡ്രേറ്റ് ഇതേപോലെ ഉണ്ടാവും. ഇതാ അവിടെ ബോണ്ട് ഫോം ചെയ്യണം നമുക്ക്. ഇതാ ഇങ്ങനെ ഉണ്ടാവും. അതേസമയം ഇയാൾ എങ്ങനെയായിരിക്കും ഉണ്ടാകുക? ഇയാള് ഇതാ ഇങ്ങനെ ഇവിടെ എന്തുണ്ടാവും? സൈക്ലോപെൻറ്റ ഡൈൻ ഉണ്ടാവും. അതേസമയം ഇവിടെ ഇങ്ങനെ ഉണ്ടാവും. ഇത് മുഴുവനായിട്ട് ഞാൻ വരക്കുന്നില്ല, ഇങ്ങനെ ഉണ്ടാവും. ഓക്കെ, ഇതൊരു 6 മെമ്പേർഡ് സ്റ്റേറ്റ് ആയിരിക്കും ഉണ്ടാകുക അല്ലേ? വരയ്ക്കുകയാണെങ്കിൽ നമുക്ക് വരച്ചേക്കാം. ഇങ്ങനെ ഉണ്ടാവും. നോക്കിക്കോളൂ, ഇതാ ഇങ്ങനെ 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 ഇങ്ങനെ. എന്നിട്ട് ഈ 2 ഇവിടെ ഒരു പൊസിഷനിൽ നിന്ന് ഇവിടേക്ക് എന്തുണ്ടാവും? ഇങ്ങനെ ഉണ്ടാവും. നോക്കൂ, ഇപ്പോ ഇവിടെ ഈ 2 2 ഇന്ററാക്ഷൻ ഇവിടെ നടന്നു കഴിഞ്ഞു. പക്ഷേ ഇതിന്റെ 1 1 എന്ത് ചെയ്യാൻ പറ്റുന്നില്ല. ഇതല്ലേ 1, ഇവിടെ 1 1 എന്ത് ചെയ്യാൻ പറ്റുന്നില്ല? ഇന്ററാക്ട് ചെയ്യാൻ പറ്റുന്നില്ല. അതേസമയം ഇതിനെയാണ് നമ്മൾ എന്ത് വിളിക്കുന്നത്? എക്സോ പ്രൊഡക്റ്റ് എന്ന് പറയാം. ഇനി ഇതിനെ നേരെ ഫ്ലിപ്പ് ചെയ്യുകയാണെങ്കിൽ നിങ്ങൾ ജസ്റ്റ് ഇത് വരക്കാൻ കുറച്ച് ബുദ്ധിമുട്ടാണ്. അതുകൊണ്ടാണ് നിങ്ങൾ മനസ്സിലാക്കാൻ കുറച്ചുകൂടെ എളുപ്പമാണ്. ഇതാ ഇത് ഞാൻ ഫ്ലിപ്പ് ചെയ്യുകയാണെങ്കിൽ, ഇതിനെ ഞാൻ ഇങ്ങനെ ഫ്ലിപ്പ് ചെയ്ത് എഴുതുകയാണെങ്കിൽ നോക്കിക്കോളൂ, ഇങ്ങനെ ഫ്ലിപ്പ് ചെയ്ത് എഴുതുകയാണെങ്കിൽ ഇത് 1 2, ഇത് 1 2. ഇപ്പൊ ഇതാണ് 1, ഇതാണ് എന്ത് ബോണ്ട് ഫോം ചെയ്യുന്നിടത്താണ് എന്ത് എഴുതുന്നത്? നമ്മൾ 2 എന്ന് എഴുതുന്നത്. ഇതാ ഇയാളെ എടുത്തിട്ട് നേരെ ഇങ്ങോട്ട് വെക്കുകയാണെങ്കിൽ ഇയാളെ ഞാൻ സെലക്ട് ചെയ്തിട്ട് ഒന്ന് കാണിച്ചു തരാം. ഇയാളെ എടുത്തിട്ട് നേരെ മുകളിലോട്ട് വെക്കുകയാണെങ്കിൽ ഈ 1 1, ഇത് കുറച്ചും കൂടെ എളുപ്പമായിരിക്കും.
ഈ 2 ഇവിടെ ഇന്ററാക്ട് ചെയ്യും, അതേപോലെ 1 എന്ത് ചെയ്യും, ഇന്ററാക്ഷൻ പോസിബിൾ ആവും. പക്ഷെ ഈ ഒരു കാര്യത്തിൽ ഇതാ ഇങ്ങനെ ഇവിടെ വെക്കുകയാണെങ്കിൽ, ബോണ്ട് ഫോം ചെയ്യുകയാണെങ്കിൽ ഈ 1 എന്ത് ചെയ്യാൻ പറ്റത്തില്ല, ബോണ്ട് എന്ത് ചെയ്യാൻ പറ്റത്തില്ല, ഇന്ററാക്ട് ചെയ്യാൻ പറ്റത്തില്ല. ഇത്രയാണ് സംഭവം. ഇത് rather വരക്കുന്നതിലും ഇതായിരിക്കും കുറച്ചും കൂടെ എളുപ്പം. സോ ഇവിടെ എന്തുണ്ടാവും, ഇതിനെയാണ് നമ്മൾ എന്ത് വിളിക്കുന്നത്, എൻഡോ പ്രൊഡക്റ്റ്. ബിക്കോസ് ഓഫ് സെക്കൻഡറി ഇന്ററാക്ഷൻ, നമ്മൾ ഇതിനെ പറയും സെക്കൻഡറി ഇന്ററാക്ഷൻ. ബിക്കോസ് ഓഫ് സെക്കൻഡറി ഇന്ററാക്ഷൻ എൻഡോ പ്രൊഡക്റ്റ് ഈസ് മോർ ഫേവറബിൾ ദാൻ എന്ത്, എക്സോ പ്രൊഡക്റ്റ്. അതുകൊണ്ട് തന്നെ ഡൈസാൾട്ടർ റിയാക്ഷൻ എന്തായിരിക്കും, ഒരു എൻഡോ സെലക്റ്റീവ് റിയാക്ഷൻ ആണ്. ഓക്കെ, ഓൾറൈറ്റ്. ഇനി നമുക്ക് റീജിയോ സെലക്ടിവിറ്റി എന്താണെന്ന് നോക്കാം. റീജിയോ സെലക്ടിവിറ്റി ഇതൊന്ന് ഞാൻ മാറ്റേക്കാം. റീജിയോ സെലക്ടിവിറ്റി എന്താണ്, റീജിയോ സെലക്ടിവിറ്റി എന്നുള്ളത് നോക്കാം. അതായത് നമുക്ക് ഇങ്ങനെ ഡിഫൈൻ ചെയ്യാം, എനി പ്രോസസ് ദാറ്റ് ഫേവേഴ്സ് ബോണ്ട് ഫോർമേഷൻ at a particular atom than other possible atoms. ഇതിനെയാണ് നമ്മൾ എന്ത് വിളിക്കുന്നത്, റീജിയോ സെലക്ടിവിറ്റി. ഒരു എക്സാമ്പിൾ എടുത്തിട്ട് നമുക്ക് ഇതങ്ങ് പറഞ്ഞേക്കാം. സിമ്പിൾ ആണ് റീജിയോ സെലക്ടിവിറ്റി മനസ്സിലാക്കാൻ. ഇതാ OMe പ്ലസ് CHO എന്ന് പറയുന്ന ഒരു കണ്ടീഷൻ ആണെന്ന് വിചാരിക്കുക. തെർമൽ കണ്ടീഷൻ ആണെന്ന് വിചാരിക്കുക. തെർമൽ കണ്ടീഷൻ ആണെങ്കിൽ എന്തുകൊണ്ടായിരിക്കും, 4n+2 π ഇലക്ട്രോൺ സിസ്റ്റം അല്ലേ, അതുകൊണ്ട് എന്തായിരിക്കും, തെർമൽ കണ്ടീഷൻ ആയിരിക്കും. 6 π ഇലക്ട്രോൺസ് ആയിരിക്കും. ഇതാ ഇയാൾ ഇങ്ങനെ വരും. ഇതൊക്കെ നമുക്ക് എളുപ്പത്തിൽ പറയാം. പക്ഷേ ഞാൻ ചോദിക്കുന്നത്, ഇയാൾ ഇവിടെ പോയി അറ്റാക്ക് ചെയ്യണോ അല്ലെങ്കിൽ ഇയാൾ ഇവിടെ പോയി അറ്റാക്ക് ചെയ്യണോ? നമുക്കൊന്ന് നോക്കാം ഇതെന്താ ഞാൻ ഉദ്ദേശിക്കുന്നതെന്ന്. ഇതാ ഇയാൾ ഇവിടെ പോയാണ് അറ്റാക്ക് ചെയ്യുന്നതെങ്കിൽ എന്തായിരിക്കും പ്രൊഡക്റ്റ്, ഇങ്ങനെ വരും. ഇതാ ഒബിയസ്ലി ഇവിടെ ഒരു 6 മെമ്പേർഡ് റിംഗ് എന്തായാലും ഫോം ആവും. ഇവിടെ ഒരു 6 മെമ്പേർഡ് ഇങ്ങനെ വരും. ഇവിടെ OMe ഉണ്ടാവും. ഈ OMe വേണമെങ്കിൽ ഇതല്ലേ, ഇതിനെ 1 2 എന്ന് ഞാൻ ജസ്റ്റ് മാർക്ക് ചെയ്യുകയാണെങ്കിൽ ഈ ഒരു കാർബൺ എവിടെ പോയി അറ്റാക്ക് ചെയ്യുന്നു, 1 പോയി അറ്റാക്ക് ചെയ്യുകയാണെങ്കിൽ ഇവിടെ അല്ലേ CHO ഉണ്ടാകുക, ഇവിടെ എന്തുണ്ടാവും, CHO ഉണ്ടാവും. ഇനി ഈ OMe പോയിട്ട് ഇവിടെയാണ് അറ്റാക്ക് ചെയ്യുന്നതെങ്കിൽ എന്ത് പ്രൊഡക്റ്റ് ഉണ്ടാവും നോക്കിയേ, ഇതേപോലെ ഉണ്ടാവും അല്ലെ. ഇവിടെ OMe ഉണ്ടാവും, CHO ഇവിടെ ഉണ്ടാകുക. CHO ഇയാള് ഇവിടെ വന്നിട്ടാണ്, അപ്പോൾ അടുത്തത് ഇവിടെ ആയിരിക്കും, ഇതായിരിക്കും നമ്മുടെ എന്ത്, CHO വരിക. അപ്പൊ ഡിഫറെന്റ് പ്രൊഡക്റ്റ് അല്ലേ, ഇതിൽ ഏതാണ് ഫേവറബിൾ, ഏതാണ് മേജർ, ഏതാണ് മൈനർ എന്ന് നമുക്ക് കൃത്യമായിട്ട് മനസ്സിലാക്കണം. അപ്പൊ ഇത് മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് ഒന്നുകൂടെ ഞാൻ ഇതൊന്ന് വരച്ച് കാണിച്ചു തരാം. ഇതല്ലേ നമ്മുടെ ക്വസ്റ്റ്യൻ. OMe ഇവിടെ എന്തുണ്ട്, നമ്മളുടെ CHO ഉണ്ട് അല്ലെ, CHO. അപ്പൊ നോക്കാം, ഇയാള് സ്വാഭാവികമായിട്ടും എന്ത് ചെയ്യും, ഇലക്ട്രോൺ ഡൊണേറ്റ് ചെയ്യും +m വഴി. അപ്പൊ ഇയാൾക്ക് ഇങ്ങോട്ട് പോയി കൂടെ, ഇയാൾ എന്ത് ചെയ്യും, ഇങ്ങോട്ട് വരും. അപ്പൊ ഇവിടെ അല്ലേ നെഗറ്റീവ് ചാർജ് ഇന്റൻസിറ്റി കൂടുതലുള്ള ആ പൊസിഷനെയാണ് നമ്മൾ എന്ത് വിളിക്കുക, ഹോമോ എന്ന് വിളിക്കുക. എന്ത് വിളിക്കുക, ഹോമോ. അതേസമയം ഇവിടെ CHO അല്ലേ, CHO എന്ന് പറഞ്ഞാൽ എന്താണ്, ഒരു ഇലക്ട്രോൺ വിഡ്രോയിങ് ഗ്രൂപ്പാണ്. അപ്പൊ നോക്കിക്കോളൂ, ഇതാ ഇയാള് ഇങ്ങോട്ട് പോയെന്ന് വിചാരിക്കുക. അപ്പോൾ ഇവിടെ പ്ലസ് ആവും, ഇത് ഇങ്ങോട്ട് വരും. അങ്ങനെയാണെങ്കിൽ ഇവിടെ എന്ത് വരും, പ്ലസ് ആവും. പ്ലസ് ചാർജ്, ഇലക്ട്രോൺ ഡെൻസിറ്റി കുറവാണെങ്കിൽ അൺഒക്യുപ്പൈഡ്, ഇതിനെ എന്ത് വിളിക്കും നമ്മൾ, ലൂമോ എന്ന് വിളിക്കും. അതായത് ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു, തെർമൽ കണ്ടീഷൻ വരുമ്പോൾ ഹോമോയും ലൂമോയുമാണ് ഇന്ററാക്ട് ചെയ്യുക എന്നുള്ളത്. അപ്പോൾ ഇയാൾ പോയിട്ട് എവിടെയാണ് അറ്റാക്ക് ചെയ്യുക, ഇവിടെയാണ് അറ്റാക്ക് ചെയ്യുക. അപ്പോൾ സ്വാഭാവികമായിട്ടും ഇവിടെ എന്ത് വരും, ഇങ്ങോട്ട് അറ്റാക്ക് വരും. അതുകൊണ്ട് തന്നെ നമുക്ക് പ്രൊഡക്റ്റ് ആയിട്ട് കിട്ടുന്നത് ഈ ഒരു കാർബൺ എവിടെ പോയി അറ്റാക്ക് ചെയ്യും, ഡൈനോഫൈലിന്റെ ഈ ഒരു പൊസിഷനിലാണ് പോയി അറ്റാക്ക് ചെയ്യുക. ഈ കാർബൺ എവിടെ പോയി അറ്റാക്ക് ചെയ്യും, ഇവിടെ പോയി അറ്റാക്ക് ചെയ്യും. അപ്പൊ ഈ CHO എവിടെ വരും, ഇവിടെ ആയിരിക്കും നിങ്ങൾക്ക് പ്രൊഡക്റ്റ് ആയിട്ട് വരിക. OMe എന്നുള്ളത് ഇവിടെ വരും. റൈറ്റ്, ഇത്രയേ ഉള്ളൂ സംഭവം. ഇതേപോലെ നിങ്ങൾക്ക് ബാക്കിയുള്ളതൊക്കെ ചെയ്യാം. നമുക്ക് ജസ്റ്റ് ഒന്ന് നോക്കി നോക്കാം. ഇവിടെ ഞാൻ പറഞ്ഞിരുന്നു, തെർമലിലാണെങ്കിൽ എന്തായിരുന്നു, തെർമലിൽ എങ്ങനെയായിരിക്കും, ഹോമോ പ്ലസ് ലൂമോ ആയിരിക്കും റിയാക്ഷൻ നടക്കുക. ഫോട്ടോ കെമിക്കൽ ആണെങ്കിൽ എന്തായിരിക്കും, ഹോമോ പ്ലസ് ഹോമോ ആയിരിക്കും, അല്ലെങ്കിൽ എന്തായിരിക്കും, ലൂമോ പ്ലസ് ലൂമോ ആയിരിക്കും നടക്കുക. റൈറ്റ്, നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കിക്കോളൂ.
ഇതാ ഇവിടെ എന്ത് തന്നിട്ടുണ്ട്? ഫോട്ടോ കെമിക്കൽ കണ്ടീഷൻ. ഫോട്ടോ കെമിക്കൽ ആണെങ്കിൽ എന്തായിരിക്കും? സിസ്റ്റം ആണെന്ന് നമുക്ക് മനസ്സിലായി. നമ്മൾ ഓൾറെഡി റിയാക്ട് ചെയ്യും അല്ലെങ്കിൽ ലൂമോ ആയിട്ട് റിയാക്ട് ചെയ്യും. അപ്പൊ നോക്കിക്കോളൂ, ഇതാ ഇതിൽ ഹോമോ ഏതാണ് ലൂമോ ഏതാണ് എന്ന് നമുക്ക് കണ്ടുപിടിക്കണം. ഇതാ ഇതല്ലേ ഡൈനോഫൈൽ. കാരണം എന്താ? ഇലക്ട്രോൺ വിഡ്രോയിങ് ഗ്രൂപ്പ് ഇവിടെയാണ് എന്ത് ചെയ്തിരിക്കുന്നത്? അറ്റാച്ച് ചെയ്തിരിക്കുന്നത്, CO അല്ലെ. അപ്പൊ ഇയാള് ഇങ്ങോട്ട് പോയെന്ന് വിചാരിക്കുക. അപ്പൊ ഇയാൾ സ്വാഭാവികമായിട്ട് ഇങ്ങോട്ട് വരും. അപ്പൊ ഇതായിരിക്കും നമ്മുടെ ലൂമോ അല്ലെ. പ്ലസ് ഇതായിരിക്കും. ഇവിടെ എന്തായതുകൊണ്ട് ഇലക്ട്രോൺ ഡെൻസിറ്റി ഇവിടെ കൂടുതൽ ഉണ്ടായതുകൊണ്ട് ഇതിനെ ഞാൻ നെഗറ്റീവ് എന്ന് വിളിക്കുന്നു. ഇതായിരിക്കും നമ്മുടെ എന്ത്? ഹോമോ. ഇതെന്താണ്? ഡൈനോഫൈലിൽ നമ്മളുടെ ലൂമോ ഇതാണ്. ഓക്കെ. ഇനി ഇവിടെയാണെങ്കിലോ, ഇവിടെ നെഗറ്റീവ് ഇവിടെ ആയിരിക്കും ഉണ്ടാകുക, പോസിറ്റീവ് ഇവിടെ ആയിരിക്കും ഉണ്ടാകുക. കാരണം എന്താ? ഈ കാറ്റയോണിനെ ആര് സ്റ്റെബിലൈസ് ചെയ്തോളും? ഇൻഡക്റ്റീവ് എഫക്ട് വഴി ഈ ആൽക്കൈൽ ഗ്രൂപ്പ്സ് എന്ത് ചെയ്തോളും? സ്റ്റെബിലൈസ് ചെയ്തോളും. അപ്പൊ ഇതിനെയാണ് നമ്മൾ എന്ത് വിളിക്കുക? ലൂമോ എന്ന് വിളിക്കുക. ഇതിനെ നമ്മൾ എന്ത് വിളിക്കും? ഹോമോ എന്ന് വിളിക്കും. ഓക്കെ. അപ്പൊ ഫോട്ടോ കെമിക്കൽ കണ്ടീഷൻസ് അല്ലെ. ഫോട്ടോ കെമിക്കൽ കണ്ടീഷൻസിൽ എന്താണ്? ഹോമോ ആയിട്ട് റിയാക്ട് ചെയ്യും, ലൂമോ ആയിട്ട് റിയാക്ട് ചെയ്യും. അപ്പൊ ഞാനിതാ നമ്മുടെ ഇങ്ങനെ വരയ്ക്കാണ്. ഇതാ ഇങ്ങനെ ഒരു സംഭവം വരും അല്ലെ. അതായത് ഈ പ്ലസ് ചാർജ് ഇവിടെ ആയിട്ട് വരും. അപ്പൊ ഇവിടെ ആയിരിക്കും നമ്മുടെ CH3 വരിക. CH3 റൈറ്റ്. അതേപോലെ ബാക്കിയുള്ളത് ഇയാളുമായിട്ട് റിയാക്ട് ചെയ്താൽ ഇവിടെയുള്ള ബാക്കിയുള്ളത് ഇങ്ങനെയല്ലേ വരിക? CO ഇങ്ങനെയായിട്ട് വരും. സോ ഇതായിരിക്കും നമ്മുടെ പ്രൊഡക്റ്റ്. സിമ്പിൾ ആണ്, വളരെ സിമ്പിൾ ആണ്. ഇനി അതേപോലെ തന്നെ ഇതാ ഫോട്ടോ കെമിക്കൽ കണ്ടീഷൻ. അഗെയിൻ ഫോട്ടോ കെമിക്കൽ കണ്ടീഷൻ ആണ്. ഹോമോ പ്ലസ് ഹോമോയും ലൂമോ പ്ലസ് ലൂമോ നമ്മൾ റിലേറ്റ് ചെയ്യുക. ഇതാ ഇയാൾ ഇങ്ങോട്ട് പോയി, ഇയാൾ ഇങ്ങോട്ട് വന്നു. അപ്പൊ ഇത് എന്തായിരിക്കും? പ്ലസ് ആയിരിക്കും. പ്ലസ് ആണെങ്കിൽ നമ്മൾ അതിനെ എന്ത് വിളിക്കും? ലൂമോ എന്ന് വിളിക്കും. ഇയാൾ ഇങ്ങോട്ട് വന്നു. അപ്പൊ ഇതെന്തായിരിക്കും? ലൂമോ എന്ന് നമുക്ക് പറയാം. ഓക്കെ. അപ്പൊ ഈ ലൂമോയും റിയാക്ട് ചെയ്ത് എന്തായിരിക്കും? നോക്കിയേ, ഇതാ ഈ ഡബിൾ ബോണ്ട് ഇങ്ങനെ വന്നു റൈറ്റ്. എന്നിട്ട് ഇതാ ഇങ്ങനെ ഇവിടെ വരും, ഇങ്ങനെ. അപ്പൊ ഇവിടെ ആയിരിക്കത്തില്ലേ CN വരിക? ഇവിടെ CN വരും, ഇവിടെ എന്ത് വരും? ഇങ്ങനെ കൃത്യമായിട്ട് നമുക്ക് ചെയ്തു പോവാം. ഓക്കെ. വളരെ സിമ്പിൾ ആണ്. നോക്കൂ, ഇവിടെ 2 പൈ ബോണ്ട് ഉണ്ടായിരുന്നു, ഇവിടെ പൈ ബോണ്ട് ഒന്നും തന്നെ ഇല്ല. അപ്പോൾ ഡൈസാൾട്ടർ റിയാക്ഷൻ തന്നെയാണെന്നുള്ളത് പറയാം. സോ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ വളരെ നല്ലൊരു ക്വസ്റ്റ്യൻ ആണ്. നോക്കാം, ഇതാണ് നമ്മുടെ ഡൈൻ. അപ്പൊ ഇതെന്താണ്? ഡൈനോഫൈലില് ഇവരെന്താണ്? ഇലക്ട്രോൺ വിഡ്രോയിങ് ഗ്രൂപ്പ് ഇവിടെ പ്രസന്റ് ആണ്. ഇനി നോക്കുമ്പോൾ ഇയാൾക്ക് ഇലക്ട്രോൺ റിച്ച് ലെസ് ആയിട്ടുള്ള സെന്ററിൽ പോയിട്ട് അറ്റാക്ക് ചെയ്യാനായിരിക്കും താല്പര്യം അല്ലെ, ഡൈനോഫൈൽ. അപ്പൊ ഇവിടെ നോക്കിക്കോളൂ, ഇവിടെ എന്ത് എഫക്റ്റ് ആണ് ഉണ്ടാകുക? ഇവിടെ +M എഫക്റ്റ് അല്ലേ ഉള്ളത്. OMe ഗ്രൂപ്പിന് എന്താണ്? +M എഫക്റ്റ് ആണുള്ളത്. ഇവിടെ എന്താണ്? +I. ആർക്കായിരിക്കും കൂടുതൽ എഫക്റ്റ്? +M-നല്ലേ ഇലക്ട്രോൺ ഡൊണേറ്റിംഗ് പവർ കൂടുതൽ rather than ആരെക്കാളും? +I-നേക്കാളും. അപ്പൊ നമ്മൾ നോക്കുന്നത് ഡൈനാണ്. ഡൈൻ നോക്കുമ്പോൾ ഇവിടെ കൂടുതൽ ഇലക്ട്രോൺ റിച്ച് ആണ്, പക്ഷെ ഇവിടെ കുറവാണ്. അങ്ങനെയാണെങ്കിൽ സ്വാഭാവികമായിട്ടും ഇയാൾ എവിടെ പോയി അറ്റാക്ക് ചെയ്യാനുള്ള പോസിബിലിറ്റിയാണ്? ഇയാള് ഇവിടെ പോയിട്ട് അറ്റാക്ക് ചെയ്യാനുള്ള പോസിബിലിറ്റിയാണ് കൂടുതലുള്ളത് rather than ഈ ഡൈൻ. ഈ ഡബിൾ ബോണ്ടിനെ അറ്റാക്ക് ചെയ്യാനുള്ള പോസിബിലിറ്റിയേക്കാളും കൂടുതലാണ് ഇവിടെ വന്ന് അറ്റാക്ക് ചെയ്യാൻ. അപ്പൊ എന്തായിരിക്കും നമ്മുടെ പ്രൊഡക്റ്റ്? ഇതാ ഇങ്ങനെ വരച്ചിട്ട് ഇതാ ഇവിടെ ഇങ്ങനെ, ഇത് 4 6, ഇവിടെ എന്ത് വരും? Me വരും. അടുത്തത് CO. ഈ ഡബിൾ ബോണ്ടിനെ അറ്റാക്ക് ചെയ്യോ? ഇല്ല, ഈ ഡബിൾ ബോണ്ടിനെ അറ്റാക്ക് ചെയ്യത്തില്ല. അവിടെ OMe ഉണ്ട്. അതേപോലെ ഇവിടെ ഇങ്ങനെ പൊസിഷൻ വരും. സോ ദിസ് ഇസ് അവർ മേജർ പ്രോഡക്റ്റ്. ഓക്കെ, മനസ്സിലായിട്ടുണ്ടെന്ന് വിചാരിക്കുന്നു. അപ്പൊ ഈ പ്രോബ്ലംസ് ഒക്കെ ഒന്നുകൂടെ റിവൈസ് ചെയ്യാം. ഇനി അടുത്തത് എന്താണ് സ്റ്റീരിയോ സ്പെസിഫിക് എന്നുള്ളത്? നോക്കൂ, സ്റ്റീരിയോ സ്പെസിഫിക് അല്ലെ. സ്റ്റീരിയോ സ്പെസിഫിക് ഞാൻ പറഞ്ഞായിരുന്നു നമുക്ക് ഇവിടെ സെലക്ട് ചെയ്യാൻ പറ്റത്തില്ല. ഇവിടെ എന്തായിരിക്കും? സ്റ്റീരിയോ സ്പെസിഫിക് ആണ്. അതായത് ഫ്രം ഡിഫറെന്റ് സ്റ്റീരിയോ ഐസോമറിക് റിയാക്ടൻസ്, stereo isomeric reactants, it forms different stereoisomeric products. Okay. അതായത് റിയാക്ടന്റ് ഡിഫറെന്റ് ആണെങ്കിൽ അതിനനുസരിച്ചിട്ടുള്ള പ്രൊഡക്റ്റ് ആണ് നമുക്ക് കിട്ടുക. സിമ്പിൾ ആയിട്ട് പറഞ്ഞുതരാം, നോക്കിക്കോളൂ. ഇങ്ങനെ ഒരു സംഭവമാണെന്ന് വിചാരിച്ചോളൂ. ഇവിടെ Me Me, ഇവിടെ എന്താണ്? ഇവിടെയും Me, ഇവിടെ എന്താണ്?
ഇവിടെ എന്തുണ്ട്? ഹൈഡ്രജൻ. എന്നിട്ട് ഇതാ സി ട്രിപ്പിൾ ബോണ്ട് സി COOMe, അതേപോലെ ഇവിടെ എന്തുണ്ട്? COOMe, റൈറ്റ്? അപ്പോൾ ഇതിന്റെ പ്രൊഡക്റ്റ് നമുക്കൊന്ന് എഴുതി നോക്കാം. ഇതിന്റെ സ്റ്റീരിയോ കെമിസ്ട്രിയാണ് നമുക്ക് ഡിറ്റർമൈൻ ചെയ്യേണ്ടത് ഈ MEയുടെ. നോക്കൂ, ഇയാൾ ഇങ്ങോട്ട് വന്നാൽ ഇതൊക്കെ നിങ്ങൾക്ക് ഇപ്പോൾ എളുപ്പമാണെന്ന് വിചാരിക്കുന്നുണ്ട്. ഇതാ ഇങ്ങനെ വരും. ഇവിടെ ഒരു ഡബിൾ ബോണ്ട് ആയിരിക്കും ഉണ്ടാകുക. കാരണം എന്താണ്? ഇവിടെ ട്രിപ്പിൾ ബോണ്ട് ആയിരുന്നു, ഇപ്പൊ ഇത് എന്താവും? ഡബിൾ ബോണ്ട് ആവും. ഡബിൾ ബോണ്ട് ആയതുകൊണ്ട് തന്നെ പ്ലാനാരിറ്റി ആയതുകൊണ്ട് ഇത് COOMe ആയിരിക്കും, റൈറ്റ്? അപ്പൊ നോക്കുക നിങ്ങൾ, ഇതാ ഇവിടെ അല്ലേ ME ഉള്ളത്. ഇവിടെ MEയെ ഞാൻ ലെഫ്റ്റ് എന്ന് പറയാം. ഇത് റൈറ്റ് ആണ് എന്ന് വിചാരിക്കാം. ഇത് ലെഫ്റ്റ്, ഇത് റൈറ്റ് എന്നുള്ള രീതിയിൽ ഞാൻ നോക്കുകയാണ്. അപ്പൊ രണ്ടുപേരും ലെഫ്റ്റിലല്ലേ ഉള്ളത്, രണ്ടുപേരും ലെഫ്റ്റ് ആണുള്ളതെങ്കിൽ രണ്ടുപേരുടെയും സ്റ്റീരിയോ കെമിസ്ട്രി എന്തായിരിക്കും? സെയിം ആയിരിക്കും. അതായത് ഇത് ഒന്നുകിൽ ഇങ്ങനെയായിരിക്കും, ME എന്നുള്ളത് ഇങ്ങനെയായിരിക്കും, ഇങ്ങനെയായിരിക്കും ME, അല്ലെങ്കിൽ വേറെ രീതിയിൽ വരാം. ഇവരുടെ സ്റ്റീരിയോ കെമിസ്ട്രി സെയിം ആവണമെന്നേ ഉള്ളൂ കേട്ടോ. അതായത് ഇവരെന്തായിരിക്കും? ബിലോ ദ പ്ലെയിൻ ആയിരിക്കും. ഇതാ ME എന്ന് എഴുതിയിട്ട് നമുക്ക് ME ഇവിടെ എഴുതാം. ഇവരെന്തായിരിക്കും? പ്ലെയിനിൽ തന്നെയായിരിക്കും, COOMe. ഓക്കെ, അതായത് ബേസിക്കലി പറഞ്ഞു വരുന്നത് ഇവരുടെ സ്റ്റീരിയോ കെമിസ്ട്രി എന്തായിരിക്കും? സെയിം ആയിരിക്കും. ഇനി ഞാൻ ഇതേ കാര്യം ഞാൻ ജസ്റ്റ് ഒന്ന് മാറ്റി വരയ്ക്കാൻ പോവുകയാണ്. ഇതാ ഇങ്ങനെയാണെങ്കിലോ MEH പ്ലസ് ഇവിടെ നിന്നുണ്ടാവും COOMe, ഇവിടെ നിന്നുണ്ടാവും COOMe ആണെന്ന് വിചാരിക്കാം. നേരത്തെ പോലെ തന്നെ അല്ലേ റിയാക്ഷൻ വരിക? റിയാക്ഷൻ വന്നാൽ എന്ത് കിട്ടും നമുക്ക്? ഇതാ ഇങ്ങനെ പ്രൊഡക്റ്റ് കിട്ടും. ഓക്കെ, ഇനി ഇവിടെ എന്തായിരിക്കും? ഇതാ ഇത് ലെഫ്റ്റ് സൈഡ് അല്ലേ? ലെഫ്റ്റ്, റൈറ്റ്. അപ്പോൾ ഇതെന്തായിരിക്കും? ഇത് ഇവിടെ എന്താണ്? റൈറ്റ് സൈഡാണ് അല്ലെ? റൈറ്റ് സൈഡിലാണുള്ളത്. ആദ്യം നമുക്ക് ഇവരെ ഇങ്ങനെ വരച്ചു വെക്കാം, COOMe. ഇതെന്തായിരിക്കും? COOMe, റൈറ്റ്. അപ്പൊ ലെഫ്റ്റ് സൈഡിലാണെങ്കിൽ ഇവരെന്തായിരിക്കും? CH3. ME എന്ന് പറഞ്ഞാൽ എന്താണ്? CH3. റൈറ്റ് സൈഡിലാണെങ്കിൽ ഇവരെന്തായിരിക്കും? ME എന്തായിരിക്കും? ബിലോ ദ പ്ലെയിൻ ആയിരിക്കും. ഹൈഡ്രജൻ എന്തായിരിക്കും? ഹൈഡ്രജൻ അപ്പോൾ ലെഫ്റ്റിലാണുള്ളത്, ഹൈഡ്രജൻ ടുവേർഡ്സ് ദി ഒബ്സർവർ ആയിരിക്കും. ഇവിടെ എന്തായിരിക്കും? ഹൈഡ്രജൻ എന്തായിരിക്കും? ബിലോ ദ പ്ലെയിൻ ആയിരിക്കും. ഇപ്പൊ ഇത്രയും കാര്യമില്ല, കുഴപ്പമില്ല അല്ലെ? പക്ഷെ ഇതിനെ നമുക്ക് ഒന്നുകൂടെ കോംപ്ലിക്കേറ്റ് ചെയ്യാം. ചിലപ്പോൾ നിങ്ങൾക്ക് ഇപ്പോ ഡൈ ഈനോഫൈലിന് ഞാനൊന്നും സ്റ്റീരിയോ കെമിസ്ട്രി പറയേണ്ട ആവശ്യം വന്നിട്ടില്ല. കാരണം എന്താ? ഇവിടെ എന്താണ്? ഇവിടെ ഡബിൾ ബോണ്ട് ആണുള്ളത്, റൈറ്റ്? ഇനി അവിടെ കൂടെ വന്നാലോ? നമുക്കൊന്ന് നോക്കി നോക്കാം. അങ്ങനെയുള്ള പ്രോബ്ലംസും കൂടെ നമുക്കൊന്ന് നോക്കി നോക്കണം. ഇതാ ഇതേ കാര്യം തന്നെ ഞാൻ വരയ്ക്കുകയാണ്. ഡൈനെ നമുക്ക് ഒന്നും ചെയ്യേണ്ട ആവശ്യമില്ല. ഡൈന് പെട്ടെന്ന് സിമ്പിളാണ്, ഒന്നും ചെയ്യാനില്ല. ME ലെഫ്റ്റിലാണ് എന്ന് വിചാരിക്കാം. ഓക്കെ, പ്ലസ് ഇനി ഇവിടെ ട്രിപ്പിൾ ബോണ്ട് അല്ല, മറിച്ച് ഡബിൾ ബോണ്ട് ആണ് വന്നതെന്ന് വിചാരിക്കാം. അപ്പൊ നോക്കാം, ഇവിടെ ഞാൻ ഇതേപോലെ COOMe എന്ന് എഴുതാണ്. ഇവിടെ ഞാൻ മീഥൈൽ എഴുതും. ഇവിടെ ഒരു പ്രശ്നമുണ്ട്, പക്ഷേ നിങ്ങൾക്ക് പെട്ടെന്ന് മനസ്സിലാവത്തില്ല. നോക്കിക്കോളൂ, ഇതാ ഇതല്ലേ നമ്മൾ 1 2 കാരണം ഇവരല്ലേ നമ്മൾ നേരത്തെ എൻഡോ എക്സോല് പറഞ്ഞപ്പോ ഇതാ ഇതല്ലേ 2 2, ഇതാണ് 2 2. ഓക്കെ, അപ്പോ ഇങ്ങനെയാണെങ്കിൽ നമ്മൾ പറയും ഇത് ലെഫ്റ്റ്, ഇതെന്താണ്? ലെഫ്റ്റ് അല്ലെ? ഇവിടെ എന്താണ്? ഇവര് റൈറ്റ് ആണ്, ഇവരെന്താണ്? റൈറ്റ് ആണ്. അങ്ങനെയാണെങ്കിൽ നമുക്ക് ഇതിനെ എങ്ങനെ എഴുതാം? ഇതാ ഇങ്ങനെ എഴുതാം, റൈറ്റ്? അങ്ങനെയാണെങ്കിൽ ഇവിടെ വരും സെക്കൻഡിൽ, ഇവിടെ എന്തായിരിക്കും? MEയുടെ എന്തായിരിക്കും? ജോമെട്രി, സ്റ്റീരിയോ കെമിസ്ട്രി എന്തായിരിക്കും? ME ഇങ്ങനെ. ഇനി റൈറ്റ് ആയതുകൊണ്ട് ഇവരെന്തായിരിക്കും? COOMe ഇങ്ങനെ വരും. അതേപോലെ ME എന്തായിരിക്കും? ബിലോ ദ പ്ലെയിൻ ആയിരിക്കും. പക്ഷെ ഇവിടെ ഒരു പ്രശ്നമുണ്ട്. നമുക്കിത് റൊട്ടേറ്റ് ചെയ്തിട്ട് ഇങ്ങനെയാണെങ്കിലോ, ഇങ്ങനെയാണുള്ളതെങ്കിലോ, ഇങ്ങനെ നമുക്ക് ആയിക്കൂടെ? ഇതേ ഒരു കോമ്പൗണ്ട് COOMe ME ഇങ്ങനെയാണെങ്കിലോ നമ്മളുടെ പ്രൊഡക്റ്റ് എന്തായിട്ട് വരും? ഇങ്ങനെ വരത്തില്ലേ? നമ്മളുടെ പ്രൊഡക്റ്റ് ഇതാ ഇതിപ്പോ ലെഫ്റ്റ് സൈഡ് തന്നെയാണ്, ഇതിന് മാറ്റങ്ങളൊന്നുമില്ല. ME ആയിട്ട് മീഥൈൽ ഗ്രൂപ്പ് ആയിരിക്കും. പക്ഷെ ഇവരിപ്പോ എന്തായി? ലെഫ്റ്റ് സൈഡിലായില്ലേ? COH പിന്നെന്താണ്? ഇപ്പൊ ലെഫ്റ്റ് സൈഡിലായതുകൊണ്ട് ഇതെന്തായിരിക്കും? CH3 ആയിരിക്കും. അപ്പൊ നമ്മൾ നേരത്തെ പറഞ്ഞതുപോലെ തന്നെയാണ്, എൻഡോ എക്സോല് പറഞ്ഞ പോലെയാണ്. ഇത് 2 2 ആണെങ്കിൽ ഇതല്ലേ 1 ആക്ച്വലി? ഇതല്ലേ 1? അപ്പോ നമ്മൾ പറഞ്ഞായിരുന്നു ഈ 1 ഉം 1 ഉം ഇന്ററാക്ട് ചെയ്യണമെങ്കിൽ ഇതിന് എന്ത് ചെയ്യണം? ഫ്ലിപ്പ് ചെയ്യണം
അല്ലെ? ഫ്ലിപ്പ് ചെയ്താലല്ലേ നല്ല രീതിയിൽ ഇവിടെയായിട്ട് ഇന്ററാക്ഷൻ വരിക. അതുകൊണ്ട് ഇതായിരിക്കും നമ്മുടെ എന്ത് മേജർ പ്രൊഡക്റ്റ് ആയിട്ട് വരിക. മേജർ പ്രൊഡക്റ്റ് ആയിട്ട് ഇയാളായിരിക്കും വരിക, എൻഡോ പ്രൊഡക്റ്റ് ആയിട്ട് ഇയാളായിരിക്കും വരിക. ഓക്കെ, ഇനി ഒരു കാര്യം കൂടെ നമുക്ക് പറഞ്ഞുകൊണ്ട് നമ്മുടെ സ്റ്റീരിയോ സ്പെസിഫിക്കിന്റെ കാര്യം നമുക്ക് നിർത്താം. നോക്കോളൂ, ഇതേ ഒരു കേസ് അപ്പൊ നിങ്ങൾക്ക് തോന്നാം ഇനി ഫ്ലിപ്പ് ചെയ്യാൻ പറ്റിയിട്ടില്ലെങ്കിലോ എന്നുള്ളൊരു കേസ് ഉണ്ടാവില്ലേ. ഇതാ ME, ഇതാണ് ME. ഓക്കെ, ഇതേപോലെ ഇവിടെ എങ്ങനെയാണെന്ന് ചോദിക്കുക. COOME ഇവിടെ ഉണ്ടാവും, അതേപോലെ COOME ഇവിടെ ഉണ്ടാവും. ഓക്കെ, ഇങ്ങനെയാണെങ്കിൽ എങ്ങനെയായിരിക്കും? ഇതാ നമ്മൾ ബോണ്ട് എഴുതുന്നത് അതേപോലെ എഴുതി നോക്കാം നമുക്ക്. 1 2 1 2. അപ്പോൾ ഇതിവിടെയാണ്, അതേപോലെ 2 2 ഇവിടെയാണ്, 2 2 ഇവിടെ 1 ആണ്, ഇത് 1 ആണ്. ഇത് ഫ്ലിപ്പ് ചെയ്തിട്ട് വല്ല കാര്യമുണ്ടോ? ഫ്ലിപ്പ് ചെയ്തിട്ട് വലിയ കാര്യമൊന്നുമില്ല. കാരണം എങ്ങനെ ഫ്ലിപ്പ് ചെയ്താലും ഒരാൾ ലെഫ്റ്റ് സൈഡിൽ തന്നെ ഉണ്ടാവത്തില്ലേ. അപ്പൊ ഇതിന്റെ പ്രൊഡക്റ്റ് എന്തായിരിക്കും? ഇതാ ഇതിന്റെ പ്രൊഡക്റ്റ് ഇങ്ങനെ ഉണ്ടാവും. ഇതിന്റെ പ്രൊഡക്റ്റ് ഒരു ഇങ്ങനെയാണ്. ME 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 ME. ഇത് റൈറ്റ് സൈഡിലല്ലേ അല്ലെ? ഇത് ലെഫ്റ്റ് ആണ്, ഇതും ലെഫ്റ്റ് ആണ്, ഇത് ലെഫ്റ്റ് സൈഡിലാണ്. അപ്പൊ ഇയാൾ എന്ത് വരും? ഈ ഒരു പോർഷനിലേക്ക് വരും. COOME ഇവിടെ എന്തായിരിക്കും? റൈറ്റ് സൈഡിലായതുകൊണ്ട് ബിലോ ദ പ്ലെയിൻ. COOME. ഇത്രയാണ് നമുക്ക് ഈ ഒരു സെഷനിൽ നമുക്ക് പറയാനുള്ളത്. താങ്ക് യു.